ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. അരുൺ വിജയ്, സിദ്ധി എന്നിവരെ പ്രധാന വേഷത്തിലെത്തിച്ച് ക്രിസ് തിരുകുമരൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് റെട്ടത്തലൈ. തമിഴ് ചിത്രമാണ്. ഇതിന്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് സാംസിയസ് ആണ്. അപ്പൊ അതിലൊരു സോങ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന കണ്ടാറക്കൊള്ളി. തെറ്റായിട്ടൊന്നും കേട്ടില്ലല്ലോ അല്ലേ? അതാണ് പാട്ടിന്റെ പേര്, കണ്ടാറക്കൊള്ളി. അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന. വാ ഗൈസ്. ബോബി ബാലചന്ദ്രൻ പ്രസൻസ് റട്ടത്തല, സാംസിയസ് മ്യൂസിക്കൽ, വിവേക സിംഗർ ശിവം. ഡബിൾ റോളാണ് ആരംഭിച്ചത്. അതാണ് റട്ടത്തല, എന്റെ തല. கொல்லுறியே கண்டார கொள்ளி என்ன கண்டம் துண்டம் பண்ணுறியே கண்டார கொள்ளி கண்ணால கொல்லுறியே கண்டார கொள்ளி என்ன கண்டம் துண்டம் பண்ணுறியே கண்டார கொள்ளி. ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്ന വിവേകയാണ്. പുള്ളി വേണമെന്ന് പറഞ്ഞാണ് ഈ ലിറിക്സ് എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ സിനിമയ്ക്ക് ഒരു റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുകയാണെന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഡയറക്ടർ ക്രിസ് തിരുകുമാറിന് പറഞ്ഞാണ് ആ കുഴപ്പമില്ല കിടക്കട്ടെന്ന്. ഇത് പെട്ടെന്ന് വായിച്ചാൽ നിങ്ങൾക്ക് വാക്കും മാറിപ്പോ, അർത്ഥവും മാറിപ്പോ, എല്ലാം മാറിപ്പോകും. അതിലും ആ പാടുന്നവനും പാടുന്ന രീതി അതുപോലെ തന്നെ പാടും. കണ്ടാറ കൊള്ളി തിന്നിറായേ മരുന്നറ. സിദ്ധി ഇവള് സിനിമയിലൂടെ താനിയ കണ്ടാറക്കൊള്ളി കണ്ടാറക്കൊള്ളി. கருண காட்டும் அழுத்து பால சிது அருவா கூட பார்த்து வெட்டும் இறக்கம் இல்லாம என்ன ஏதுன்னு சொல்லாம பாரபட்சம் பார்க்காம why do you do this to me? கண்ணால கொல்லுறியே கண்டார கொல்லுறியே கண்டார கொள்ளி மண்ணுறியே கண்டார கொள்ளி கண்டார கொள்ளி கண்டார கொள்ளி கண்டார கொள்ளி கண்டார கொள்ளி കണ്ടാറ കൊള്ളി. ഗൈസ്, ഇത് ലവ് പാട്ടാണോ അതോ മാസ് പാട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. മാസിന്റെ ആ ലിറിക്സും കാര്യങ്ങളൊക്കെ ഇടയിൽ വരുന്നുണ്ട്. പിന്നെ ഈ കണ്ടാറക്കൊള്ളി എന്തിനാണ് അതിൽ കയറ്റിയെന്നൊരു പിടിയും കിട്ടുന്നില്ല. ചിലവിന് രണ്ടുപേർക്കുള്ള പാട്ടാണ്. അതായത് മാസ് റെട്ടതല, രണ്ട് അരുൺ വിജയ് ഉണ്ടല്ലോ. മാസ് ആയിട്ടുള്ളവന് ആ മാസ് ലിറിക്സ്, മറ്റേ ഈ കണ്ടാറക്കൊള്ളി ലിറിക്സ് വേറെ രണ്ടാമത്തെ അരുൺ വിജയ്ക്ക്. എന്തായാലും പാട്ട് നല്ല കിട്ടില്ല, കോമഡി ആയിട്ടുണ്ട്. ഒരു രീതിയിലും വർക്കൗട്ട് ആവും തോന്നുന്നില്ല. അടുത്ത ട്രോൾ മെറ്റീരിയൽ ആവാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സോങ് ആണ് ഇത്, അതിൽ സംശയമൊന്നും വേണ്ട. കണ്ടാറക്കൊള്ളി. വെണ്ടതലിന്റെ കാളിലെ നെടിയാണ് സിദ്ധി. நீ சிரிச்சா கொலை காண்டுதா ஒரவே டெட்டுதா. ஓ மை காட், படா கேடிதா பெண் இல்ல நீ பெருச்சாலிதா. அவளை துருசியா அப்படி என்ன பசியா கொல்ல சம അടിയെ കണ്ടാറക്കൊള്ളി, അടിയെ കണ്ടാറക്കൊള്ളി.
Do this to me, കണ്ടാറക്കൊള്ളി. വിവേകയുടെ കരിയറിലെ ഏറ്റവും ബാഡ് ലിറിക്സ് ഇതായിരിക്കും കേട്ടോ. ഇത് എന്തോ നീതി വെച്ചിരിക്കുന്ന അടിയെ കണ്ടാറക്കൊള്ളി, അടിയെ കണ്ടാറക്കൊള്ളി, അടിയെ കണ്ടാറക്കൊള്ളി. ലിറിക്സ് ഒക്കെ ഒരുമാതിരി പെണ്ണില്ലാത്ത പെരിച്ചാളിനി എന്ന് ഇതെന്തൊക്കെ എന്തോ ഒരു കോമഡി പാട്ടാണ് അവർ ഉദ്ദേശിച്ചത്. ആൻഡ് സാം CS ഇതിന് സമ്മതിച്ചെന്നും ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. സാം CS എന്നടാ പണ്ടി വെച്ചിരിക്കുക, ഇതെന്തോന്ന് കണ്ടാറ പെരിച്ചോളി എന്ന്. കണ്ടാറക്കൊള്ളി നിങ്ങൾ അടുത്ത് പാടാലോ. അതും കുറെ പാടുന്നുണ്ട് അത്. Directed by Chris Tirikumaran, produced by Bobby Balachandran. Song composed, arranged, programmed by Sam CS. Lyrics Sam CS. That lyrics വേറെ ആയിരിക്കും. Rhythms ഇതല്ല Sam CS. And guys, കണ്ടാറക്കൊള്ളി സോങ് ആണ് നമ്മളിപ്പോ കേട്ടത്. ആൻഡ് എനിക്ക് പാട്ട് കേട്ടിട്ട് ലിറിക്സ് മാറി മാറിയാണ് പോകുന്നത്. അതുമല്ല പാട്ടിൽ ആകെ ഉള്ളത് കുറച്ച് ലിറിക്സ് ആണ്. അതിൽ തന്നെ മെജോറിറ്റി ലൈൻസും പാടുന്നത് കണ്ണാലക്കൊള്ളിറിയെ കണ്ടാരക്കൊള്ളി, ഈ ലിറിക്സ് തന്നെയാണ് വരുന്നത്. എനിക്കൊന്നും ഡയറക്ടർ തിരുകുമാരനും ലിറിക്സ് എഴുതിയ വിവേകായും മ്യൂസിക് ഡയറക്ടർ സാം CS എല്ലാവരും ആ പടം എങ്ങനെയെങ്കിലും ഒന്ന് ആൾക്കാർ അറിയട്ടെ ഇങ്ങനെ ഈ പേരിടാൻ വേണ്ടി മനഃപൂർവ്വം ഇട്ടതാവാനേ ചാൻസ് ഉള്ളൂ. അറിഞ്ഞിട്ടതായിരിക്കും ഈ കണ്ടാറക്കൊള്ളി എന്ന ലിറിക്ക്, ഈ സോങ്ങിന്റെ നെയിം. ആൻഡ് വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു സ്പൂഫ് മെറ്റീരിയൽ ആയിട്ടാണ് തോന്നിയത്. അതേമാതിരി നമ്മള് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യൂലേ, അല്ലെങ്കിൽ ഈ കോമഡീസിലൊക്കെ കാണൂലേ സ്പൂഫ്, KGF സ്പൂഫ്, ബാഹുബലി സ്പൂഫ്, അതുപോലെ സ്പൂഫ് കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു ഇമ്പാക്റ്റും തോന്നിക്കുന്നില്ല. ഇപ്പം അരുൺ വിജയ് ഇഡ്ലിക്കടയിൽ ധനുഷിന്റെ സിനിമയിൽ ഒരു ഡമ്മി ബമ്മി ബൊമ്മ റോളാക്കി ധനുഷ് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു അമുൽ ബേബി ക്യാരക്ടറായിട്ട് ഇടിച്ച് കലക്കി വിട്ടിട്ടുണ്ട്. ഒരു പട്ടി ക്യാരക്ടറാണ് ഇഡ്ലിക്കടയിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അരുൺ വിജയ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെന്ന് വെച്ചാൽ എന്നെ എന്തായാലും തല അജിത്തിന്റെ കൂടെ ഉള്ള ഒരു വിക്ടർ, ആ ഒരു അതിനുശേഷമാണ് അരുൺ വിജയ് എല്ലാവരും കുറച്ചുകൂടെ അറിഞ്ഞു തുടങ്ങുന്നത്. അതിൽ അരുൺ വിജയുടെ പെർഫോമൻസ് എന്താണ് അറിഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇപ്പൊ അരുൺ വിജയന് അതുമായിട്ടുള്ള നല്ല സിനിമകളും കാര്യങ്ങളും വന്നിട്ടില്ല. പിന്നെ അരുൺ വിജയുടെ തടം സിനിമ, മകൾ തിരുമേനി ചെയ്ത തടം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സൂപ്പർ പടമാണ്. ഡബിൾ റോളിലുള്ള കിട്ടിലൻ ഡിസ്റ്റോ കോളർ നല്ലൊരു പടം. ഞാൻ ഇതുപോലെ കുറച്ച് പടങ്ങളെ ഉള്ളൂ. ഞാൻ ഇപ്പം ഈ പടം കണ്ടിട്ട് എനിക്കൊന്നും വർക്കൗട്ട് ആവുന്നു തോന്നുന്നില്ല. പക്കാ സ്പൂഫ് പടം പോലെ ഇരിക്കുന്നു ആ വീഡിയോ കണ്ടിട്ട്. ആൻഡ് അല്ല കോസ്റ്റ്യൂമൊക്കെ ബോറായിട്ടുണ്ട്. പാട്ട് കണ്ടാറക്കൊള്ളി, ഇത് എനിക്ക് പാടുമ്പോ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. കണ്ടാറക്കൊള്ളി